Module 4 ന്റെ ലാസ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് ഡ്രൈവ്സ്. അപ്പം ഇലക്ട്രിക് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ലൈക്ക് മോട്ടർ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ മോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തെയാണ് ഇലക്ട്രിക് ഡ്രൈവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം some systems which are used for controlling the motion of electrical machines are drives. അപ്പം ഇലക്ട്രിക് ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ ഉണ്ടാവും, അതിന് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ടാവണം ദറ്റ് കൺട്രോൾസ് റൊട്ടേഷൻ ഓഫ് എ മോട്ടോർ ഷാഫ്റ്റ്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കൊരു മോട്ടറുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സംഗതി, അതിനെയാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈവ് ഓൾസോ ഇറ്റ് വർക്ക്സ് വിത്ത് എ സോഴ്സ്, ഒരു സോഴ്സ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ക്യാൻ ബി DC സോഴ്സ് ഓർ AC സോഴ്സ്. അക്കോർഡിംഗ്ലി യു ഹാവ് 2 types ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സ്, AC ഡ്രൈവ് ആൻഡ് DC ഡ്രൈവ്. അപ്പോൾ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം AC ഡ്രൈവ്, DC ഡ്രൈവ് എന്നാണ്. അപ്പം അത് ശരിക്കും ഒരു പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ എന്ന സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. അതുവഴി അതിൻ്റെ ഔട്ട് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മോട്ടറിന് കൊടുക്കുന്ന AC അല്ലെങ്കിൽ DC മോട്ടർ ക്യാൻ ബി AC ഓർ DC മോട്ടർ. അപ്പോൾ AC മോട്ടർ ആണെങ്കിൽ നമ്മൾ AC ആയിരിക്കും കൊടുക്കുന്നത്, DC മോട്ടർ ആണെങ്കിൽ ഇവിടെ DC ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പവർ ഇലക്ട്രോണിക്സ് കൺവേർട്ടേഴ്സ് ഉപയോഗിച്ച് മോട്ടറിനെ ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥയിൽ വി ഹാവ് എ കൺട്രോൾ യൂണിറ്റ് which actually checks the output of this converter circuit whether it is optimum or not. മോട്ടറിൻ്റെ സ്പീഡ് കുറയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ അതനുസരിച്ചുള്ള ഔട്ട്പുട്ടാണോ ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കി ആണ് പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കൺവേർട്ടറിൽ സർക്യൂട്ടുകളിൽ ചില പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ദ ഫീഡ്ബാക്ക്, അതായത് ഔട്ട്പുട്ടിൻ്റെ ഫീഡ്ബാക്ക് എടുത്താണ് കൺട്രോൾ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇലക്ട്രിക് ഡ്രൈവിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ വിത്ത് അസോസിയേറ്റഡ് സോഫിസ്റ്റിക്കേറ്റഡ് കൺട്രോൾ സിസ്റ്റം. എന്തിനാണ് ആ കൺട്രോൾ സിസ്റ്റം? ടു കൺട്രോൾ ദ റൊട്ടേഷൻ ഓഫ് ദ മോട്ടോർ ഷാഫ്റ്റ്. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞു AC ഡ്രൈവും DC ഡ്രൈവും 2 types ഉണ്ട്. AC ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഇലക്ട്രിക് ഡ്രൈവ്സ് ദാറ്റ് കൺവേർട്സ് AC സപ്ലൈ ടു DC ആൻഡ് ദെൻ അഗെയിൻ യൂസ് DC എന്ത് ചെയ്യും, വീണ്ടും ഇൻവേർട്ട് ചെയ്ത് AC ആക്കി മാറ്റും യൂസിങ് ഇൻവേർട്ടർ സർക്യൂട്ട്. അപ്പോൾ എന്നിട്ടാണ് മോട്ടോഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് AC ഡ്രൈവ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈ DC ഡ്രൈവ് ആണെങ്കിൽ എന്താണ്, DC ഡ്രൈവ് ആകുമ്പോഴത്തേക്കും വിച്ച് കൺവേർട്സ് ദ ഇൻപുട്ട് AC സപ്ലൈ ടു DC കൺവേർട്ടർ സർക്യൂട്ട് മാത്രമായിരിക്കും അവിടെ കൺട്രോൾ ദ സ്പീഡ് ഓഫ് DC മോട്ടോഴ്സ്. മറ്റത് AC ഡ്രൈവ് എന്ന് പറയുന്നത് AC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും DC ഡ്രൈവ് എന്ന് പറഞ്ഞാൽ DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് വെച്ച് പറയാം. ആദ്യം നമുക്ക് ഡെഫിനിഷൻ വെച്ച് പറയാം. അത് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കമ്പാരിസണിൽ. ഇപ്പോൾ കമ്പാരിസണിൽ ആദ്യം യു ഹാവ് ടു റൈറ്റ് ഹൗ ഈസ് ഇറ്റ് ഡിഫൈൻഡ്, AC ഡ്രൈവ്സ് എന്താണെന്നും DC ഡ്രൈവ്സ് എന്താണെന്നും ഡിഫൈൻ ചെയ്തിട്ട് വേണം കമ്പാരിസൺ പറയേണ്ടത്. സപ്ലൈ വോൾട്ടേജ് വെച്ച് പറയുകയാണെങ്കിൽ AC ഡ്രൈവ്സ് റൺ ബൈ AC പവർ സപ്ലൈ, സിംഗിൾ ഫേസ് 3 phase ആവാം. DC ഡ്രൈവ് ആണെങ്കിൽ എങ്ങനെയാണ്, ഇറ്റ്സ് റൺ ബൈ DC പവർ സപ്ലൈ, DC പവർ സപ്ലൈ ഓർ ബാറ്ററീസ് ഓർ അതർ സോഴ്സ് ഓഫ് DC വോൾട്ടേജ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം സോഴ്സ് ഓഫ് DC വോൾട്ടേജ് എന്ന് പറയുന്നത്. AC സ്വീകരിച്ചിട്ട് DC ആക്കുന്ന ഒരു കൺവേർഷൻ ബോക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ AC സപ്ലൈ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, DC ഡ്രൈവ് വർക്ക് ചെയ്യിപ്പിക്കാം. ബിക്കോസ് യു നീഡ് ടു ഡു വാട്ട്, യു ഹാവ് ടു ജസ്റ്റ് കൺവേർട്ട് ഇറ്റ്. ഇവിടെ പറയുന്നത് DC ഡ്രൈവ്സ് ആർ റൺ ബൈ DC പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ പോലും ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, എനി ബാറ്ററി ഓർ എനി അതർ സോഴ്സ് ഓഫ് DC പവർ സപ്ലൈ. കൺട്രോൾ ചെയ്യുന്നത് AC ഡ്രൈവ്സ് കൺട്രോൾ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? ഡ്രൈവ്സ് കൺട്രോൾ AC ഔട്ട്പുട്ട് ഫ്രം AC ഇൻപുട്ട്. AC ഔട്ട്പുട്ടിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. AC ഇൻപുട്ട് സ്വീകരിച്ചിട്ട് AC ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നു. ഈ DC ഡ്രൈവ് എന്താണ് ചെയ്യുന്നത്? DC ഔട്ട്പുട്ട് ഫ്രം AC ഇൻപുട്ട്. AC ഇൻപുട്ട് സ്വീകരിച്ച് നമുക്ക് DC ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏതിൽ? DC ഡ്രൈവിൽ. DC സ്വീകരിച്ച് DC ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് AC എന്നായിരിക്കും ഇൻപുട്ട് സ്വീകരിച്ചിട്ട് DC ആക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ യു ക്യാൻ സേ ദ DC ഡ്രൈവ്സ് കൺട്രോൾ DC ഔട്ട്പുട്ട് ഫ്രം AC ഇൻപുട്ട്.
സർക്യൂട്ട് കോംപ്ലക്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്ച്വലി AC ഡ്രൈവ്സ് നീഡ് ബോത്ത് റെക്ടിഫയർ ആൻഡ് ഇൻവെർട്ടർ അല്ലേ. അപ്പോൾ ആ കൂടെ ഒരു കോംപ്ലക്സ് സർക്യൂട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ് വെൻ കമ്പയർഡ് ടു ദ DC ഡ്രൈവ്, വിച്ച് ഇസ് ഡ്യൂ ടു അവിടെ ഒരു സിംഗിൾ പവർ കൺവേർഷനേ വരുന്നുള്ളൂ. അതുകൊണ്ട് AC to DC ഓൺലി വൺസേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ലെസ് കോംപ്ലക്സ് ആണ്. സ്പീഡ് കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോൾ ഇസ് ഡൺ ബൈ ചേഞ്ചിങ് ദി സപ്ലൈ ഫ്രീക്വൻസി. AC ഡ്രൈവിൻ്റെ സപ്ലൈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ഇസ് ഡൺ ബൈ ചേഞ്ചിങ് ദി സപ്ലൈ ഫ്രീക്വൻസിയാണ്. കൺട്രോൾ ചെയ്ത് സ്പീഡ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് AC ഡ്രൈവിൽ. ആസ് യു നോ ദാറ്റ് നമ്മൾ പഠിച്ചതാണ് അത്. AC മോട്ടോർ പഠിക്കുന്ന ഇൻഡക്ഷൻ മോട്ടോർ പഠിക്കുന്ന സമയത്ത് വാട്ട് ആർ ദ മെത്തേഡ്സ് എന്നുള്ളത്. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ വോൾട്ടേജും വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി ആയിരുന്നു. So then varying the frequency actually controls the speed. ഇനി how do you control the speed control in DC drives? It's done by armature or field control. അതാണ് യൂഷ്വൽ മെത്തേഡ്. പവർ കൺസംഷൻ AC drives actually less power as compared to DC drive ആണെങ്കിൽ it consumes more power. ഈ സ്പാർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AC ഡ്രൈവിൽ ബ്രഷസ് വരുന്നില്ല, ആകെ സ്ലിപ്പ് റിങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ. കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് അറേഞ്ച്മെൻറ്റ് ഇല്ല AC ഡ്രൈവിൽ. അതുകൊണ്ട് തന്നെ സ്പാർക്ക് ഫ്രീ ആണ്, വെറ്റ് എൻവയൺമെൻറ്റിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. DC ഡ്രൈവിൽ ദെയർ ഇസ് കമ്മ്യൂട്ടേറ്റേഴ്സ് ആൻഡ് ബ്രഷസ്. അതുകൊണ്ട് തന്നെ മോട്ടറിൽ കമ്മ്യൂട്ടേറ്ററും ബ്രഷും വരുന്നില്ലേ. DC മോട്ടോർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ബ്രഷസും കമ്മ്യൂട്ടേറ്ററും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ബ്രഷ് ഉള്ളത് കൊണ്ട് സ്പാർക്കിംഗ് ഉണ്ടാവും ചില അവസരത്തിലെങ്കിൽ. അതുകൊണ്ട് തന്നെ വെറ്റ് ഏരിയയിൽ ഉപയോഗിക്കുന്നത് ഡേഞ്ചറസ് ആണ്. ഈ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ AC ഡ്രൈവ്സ് ആക്ച്വലി ദേ ആർ മോർ എക്സ്പെൻസീവ് വൈൽ ദ AC മോട്ടോഴ്സ് ആർ ലെസ് എക്സ്പെൻസീവ്. അപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഏത് ഡ്രൈവാണെന്ന് അത് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ പോലെ ഇരിക്കും എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. AC ഡ്രൈവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ AC ഡ്രൈവ്സ് ആർ മോർ എക്സ്പെൻസീവ്, പക്ഷേ അതിൻ്റെ മോട്ടർ ലെസ് എക്സ്പെൻസീവ് ആണ്. പക്ഷേ DC ഡ്രൈവ്സ് ആണെങ്കിൽ യൂഷ്വലി ദേ ആർ ലെസ് എക്സ്പെൻസീവ് ബിക്കോസ് ഒരു കൺവേർട്ടർ സർക്യൂട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷേ DC മോട്ടറൊക്കെ കുറച്ച് ചിലവേറിയതാണ് എന്നാണ് പറയുന്നത്. ഇനി വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആക്ച്വലി സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എൻ AC ഡ്രൈവിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് റെഗുലേറ്റ്സ് സ്പെസിഫിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഗുലേറ്റിംഗ് 3-phase ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഹൗ ഡു യു ഡു ദാറ്റ് ബൈ കൺട്രോളിംഗ് ദി frequency and voltage of the power supplied to the motor. You know that AC motors speed control can be effected by varying the voltage and frequency. So that's done. Variable frequency drive does the exactly same thing by varying the frequency and voltage of the power supplied to the motor. അപ്പോൾ ആക്ച്വലി VFD എന്ന് പറയുന്ന സർക്യൂട്ടിൽ ഇറ്റ് ഹാസ് ആക്ച്വലി 3 സ്റ്റേജസ്. വൺ ഇസ് എ റെക്ടിഫയർ സ്റ്റേജ്, ഇൻവെർട്ടർ സ്റ്റേജ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഈ ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം AC ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇറ്റ് നീഡ്സ് ടു ഹാവ് എ റെക്ടിഫയർ സ്റ്റേജ് ആൻഡ് ഇൻവെർട്ടർ സ്റ്റേജ്. അപ്പം ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ സിസ്റ്റവും ഉണ്ട്. ഇപ്പോൾ റെക്ടിഫയർ ആണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് ഡു, ഇറ്റ് കൺവേർട്സ് AC ടു DC. ഇൻവെർട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, SCR സർക്യൂട്ടാണ് DC സ്വീകരിച്ചിട്ട് AC ആക്കി മാറ്റും. ഓക്കെ, ഇനി കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യും, ഇറ്റ്സ് ഫങ്ഷൻ ഇസ് ടു കൺട്രോൾ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആൻഡ് ഹൗ ഡു യു ഡു ദാറ്റ്, ഇറ്റ് ഒരു വോൾട്ടേജ് വെക്ടർ ഓഫ് ഇൻവെർട്ടർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് ചെയ്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ വോൾട്ടേജ് ടു ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാവും. ഇറ്റ് റിസീവ്സ് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ഫ്രം ദ ഡ്രിവൺ മോട്ടോർ and adjust the output voltage and frequency to desired value. കറക്റ്റ് ഫ്രീക്വൻസിയിലും വോൾട്ടേജിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തും. ഇനി അടുത്ത DC ഡ്രൈവിൻ്റെ സ്പീഡ് കൺട്രോളിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ DC ഡ്രൈവിൻ്റെ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് മോട്ടോർ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് സ്പീഡ് കൺട്രോൾ പറയുന്നത്. ദർ ആർ ആക്ച്വലി 3 മെത്തേഡ്സ്: ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ, ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ, ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ. അപ്പോൾ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് ആർമേച്ചറിലുള്ള വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതൊരു അതാണ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഹൈ എഫിഷ്യൻസി ഇൻ ഗുഡ് സ്പീഡ് റെഗുലേഷൻ ഉണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓൺലി ഓപ്പറേറ്റ് അണ്ടർ റേറ്റഡ് സ്പീഡ്. ഒരു പർട്ടിക്കുലർ സ്പീഡിന് മാത്രമേ അതിന് കറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ സ്പീഡ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റഡ് സ്പീഡിനേക്കാൾ കൂടുതലാണെങ്കിൽ സ്പീഡ് കൺട്രോൾ വോണ്ട് വർക്ക്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ പറഞ്ഞു നിർത്തുമ്പോൾ ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ
ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫ്ലക്സ്. അപ്പോൾ ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ ഈസ് ആക്ച്വലി യൂസ്ഡ് ഇഫ് യു നീഡ് സ്പീഡ് കൺട്രോൾ എബവ് ദ റേറ്റഡ് സ്പീഡ്. പറഞ്ഞിരിക്കുന്ന സ്പീഡിനേക്കാൾ കുറച്ചുകൂടെ സ്പീഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കണം? ഫ്ലക്സ് കൺട്രോൾ തന്നെ പ്രിഫർ ചെയ്യണം. ഓക്കെ, അവിടെ സ്പീഡ് കൺട്രോൾ ബൈ ദിസ് മെത്തേഡ് ഇസ് അച്ചീവ്ഡ് ബൈ കൺട്രോളിങ് ദ ഫീൽഡ് കറണ്ട്. ഫീൽഡ് കറണ്ട് ആണ്, അതായത് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഫീൽഡ് ഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ, അവിടെ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ എക്സ്റ്റേണൽ റെസിസ്റ്റർ ഇട്ടിട്ടിരിക്കും ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യും. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ ലെസ് എഫിഷ്യൻറ്റ് മെത്തേഡ്. അപ്പം അത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ദിസ് മെത്തേഡ് ഇസ് നോട്ട് യൂസ്ഡ് വെരി മച്ച് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻഎഫിഷ്യൻസി, ബട്ട് ഇറ്റ് ഈസ് എ ക്വൈറ്റ് സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ഇതാണ് DC ഡ്രൈവിൻ്റെ സ്പീഡ് കൺട്രോൾ സിലബസിൽ പറയുന്നത്. ഇനി അടുത്ത മോഡ്യൂൾ 3 നമ്മൾ വിട്ടുപോയ ഒരു പോർഷനാണ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓഫ് AC ആൻഡ് DC. അപ്പോൾ ആക്ച്വലി യു നീഡ് ബോത്ത്. ഇഫ് യു ട്രൈ ടു സ്റ്റാർട്ട് എൻ AC motor or a DC motor, what happens is there is a heavy inrush of current into it. ഒരു പെട്ടെന്നൊരു കറണ്ട് സർജ്, ഭയങ്കര ഒരു സ്പൈക്ക് പോലെ കറണ്ട് ചിലപ്പോൾ നമ്മൾ മോട്ടോറിലൂടെ കടന്നു വരും. അപ്പോൾ അങ്ങനെ ഒരു സഡൻ സർജ് ഓഫ് കറണ്ട് ഉണ്ടാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദാറ്റ് വിൽ ആക്ച്വലി അഫക്റ്റ് അവർ മോട്ടോറിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, എ സോഫ്റ്റ് സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഇൻറഷ് കറൻറ്റ്സ്. അപ്പം ഇൻറഷ് എന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിലുണ്ടാകുന്ന സഡൻ സർജ് ഓഫ് കറണ്ട് പൾസസ് ആണ് പറയുന്നത്. അതിനാണ് ഇൻറഷ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജനറലി കൺസിസ്റ്റ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ലൈക്ക് തൈറിസ്റ്റേഴ്സ് ടു കൺട്രോൾ ദ ആപ്ലിക്കേഷൻ ഓഫ് സപ്ലൈ വോൾട്ടേജ് ടു ദ മോട്ടോർ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു സോളിഡ് സ്റ്റേറ്റ് കുറേ തൈറിസ്റ്റേഴ്സ് ആണ് സോഫ്റ്റ് സ്റ്റാർട്ടിൽ ഉള്ളത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സപ്ലൈ വോൾട്ടേജിനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് നിർത്തും. ഒരുപാട് വോൾട്ടേജ് ആയി പോയി കഴിഞ്ഞാൽ if you use an SCR, we are able to control the current flow into the motor circuit. അപ്പം ദ സ്റ്റാർട്ടർ, നമ്മളൊരു സ്റ്റാർട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടർ വർക്ക്സ് ഓൺ ദ ഫാക്ട് ദാറ്റ് the torque is proportional to the square of the starting current, and which is in turn proportional to the applied voltage. The torque and current can be adjusted by reducing the voltage at the time of starting the motor. അപ്പോൾ ടോർക്കും കറണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? ബൈ റെഡ്യൂസിങ് ദ വോൾട്ടേജ്. സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോർക്ക് ആൻഡ് കറണ്ട് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഇനി അപ്പോൾ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സോഫ്റ്റ് സ്റ്റാർട്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ വേരിയിങ് ദ കണ്ടക്ഷൻ ആംഗിൾ ഓഫ് തൈറിസ്റ്റേഴ്സ് വിച്ച് ഇൻ ടേൺ ലിമിറ്റ് ദ സപ്ലൈ വോൾട്ടേജ്. അപ്പോൾ വേരിയിങ് ദ അപ്പോൾ നമ്മൾ ഈ ശരിക്കും ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ സർക്യൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ SCR ആണ് കാണുന്നത്. അപ്പോൾ അവയുടെ കണ്ടക്ഷൻ ആംഗിൾ മാറ്റിയിട്ട് വേണം നമുക്ക് സപ്ലൈ വോൾട്ടേജ് ലിമിറ്റ് ചെയ്യാൻ. അപ്പോൾ ആ സഡൻ സർജ് കഴിഞ്ഞിട്ട് നമ്മൾ SCR ട്രിഗർ ഓൺ ചെയ്യുന്നുള്ളെങ്കിൽ അതാണ് ദാറ്റ്സ് എ സക്സസ്ഫുൾ വേ ഓഫ് യൂസിങ് സോഫ്റ്റ് സ്റ്റാർട്ടർ. ഇനി ഇത് ആക്ച്വലി 2 types of control using soft starter is possible. One is closed loop control and the other is open loop control. In closed loop control, അപ്പോൾ ഏതൊരു മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സോ ആയിക്കോട്ടെ, current drawn or the speed is monitored and the starting voltage will be modified accordingly. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മോട്ടോർ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനനുസരിച്ചുള്ള റെസ്പോൺസിൽ മാറ്റം വരുത്തുന്ന ജോലിയാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സോഫ്റ്റ് സ്റ്റാർട്ടർ. ഇനി അടുത്ത ഓപ്പൺ ലൂപ്പ് കൺട്രോൾ പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് വോൾട്ടേജ് ഇസ് ആക്ച്വലി അപ്ലൈഡ് വിത്ത് ടൈം. ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീഡ്ബാക്ക് ഒന്നും എടുക്കുന്നില്ല. ക്ലോസ് ലൂപ്പ് കൺട്രോളിൽ ഒരു ഫീഡ്ബാക്ക് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഇവിടെ നമ്മൾ ഓപ്പൺ ലൂപ്പ് കൺട്രോളിലാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റാർട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കറണ്ട് ഡ്രോൺ ഓർ ദ സ്പീഡ് ഓഫ് ദ മോട്ടർ.
ഇനി ഇപ്പോൾ ശരിക്കും ഈ ഓപ്പൺ ലൂപ്പ് കൺട്രോളിൽ രണ്ട് SCR ഉണ്ട്, ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. SCRs ആർ കണക്റ്റഡ് ഈ conducted initially at a delay of 180 degrees during the respective half wave cycles. അപ്പം ശരിക്കും SCR നമ്മൾ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സോഫ്റ്റ് സ്റ്റാർട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് SCRസിനെ നമ്മൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിട്ട് SCRs ആർ ഇനിഷ്യലി ഒരു 180 ഡിഗ്രി വ്യത്യാസത്തിൽ വയ്ക്കുന്നു. എന്നിട്ട് ഈ ഡിലേ ഈസ് ആക്ച്വലി റെഡ്യൂസ്ഡ് ഗ്രാജുവലി വിത്ത് ടൈം അൺടിൽ ദ അപ്ലൈഡ് വോൾട്ടേജ് റാംസ് ടു ദ എപ്പോഴാണോ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ഫുൾ സപ്ലൈ വോൾട്ടേജ് തുല്യമാവുന്നത് അപ്പോൾ നമ്മൾ ഡിലേ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ടൈം വോൾട്ടേജ് റാം സിസ്റ്റം എന്നും വിളിക്കും. അപ്പോൾ അതാണ് ഓപ്പൺ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ് സ്റ്റാർട്ട്. ഇത് ആക്ച്വലി മോഡ്യൂൾ 3 വരുന്നതാണ്. അപ്പോൾ അത് എന്താണ് സോഫ്റ്റ് സ്റ്റാർട്ടർ എന്നോ എന്തിനാണ് ചെയ്യുന്നതെന്നും പറയുക, എങ്ങനെ ഇതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറയുക. ക്ലോസ് ലൂപ്പ് കൺട്രോൾ, ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ സ്റ്റാർട്ട് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് വിത്ത് ടൈം റെസ്പെക്റ്റീവ് ഓഫ് ദ കറണ്ട് ഡ്രോൺ. എന്നിട്ട് SCRs ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം SCRs ഇനിഷ്യലി ഒരു ഡിലേ ഓഫ് 180 ഡിഗ്രിയിൽ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം delay is reduced gradually with time. With time the time delay actually reduces until the applied voltage ramps up to the full supply voltage തുല്യമാവുന്ന വരെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ ഡിലേ നമുക്ക് കുറഞ്ഞു കിട്ടുന്നവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ ടൈം വോൾട്ടേജ് റാം സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ദ മോഡ്യൂൾ 4. മോഡ്യൂൾ 3 പോർഷനാണ് സോഫ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം മോഡ്യൂൾ 4 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ യു സ്റ്റഡി ഹാർഡ്. എല്ലാ വീഡിയോസും ഒന്നുകൂടെ എടുത്തു വെച്ച് നോക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. ഓൾ ദി ബെസ്റ്റ്.